ആയിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കായും ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ എല്ലാവരെയും ദൈവം അളവില്ലാതെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടിയങ്ങളുടെ എളിയ പ്രാർത്ഥനയിൽ എല്ലാ ദൈവദാസീദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആവശ്യമാർന്ന ദൈവകൃപ തരട്ടെ. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ ഉള്ള അതിവിസ്തൃതവും വിശാലവുമായി കിടക്കുന്ന ഒരു വിഷയം, രാജകീയ പുരോഹിത വർഗം. അതിനെക്കുറിച്ച് പത്രോസ് തൻ്റെ 1-ാമത്തെ 2-ാമത്തെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ് കുറിവാക്യമായി നാം എടുത്തത്. പഴയ നിയമ ഇസ്രായേൽ ജനങ്ങൾ ആരാധിച്ചു വന്ന ആരാധനയും അവരുടെ ആരാധന സ്ഥലമായ സമാഗമന കൂടാരവും അതിൽ കാണുന്ന പ്രഥമമായ വിഷയം യാഗപീഠവും അതിലർപ്പിക്കപ്പെടുന്ന യാഗവസ്തുക്കളും അതാകുന്നു നമ്മളുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം. ഏത് യാഗമൃഗങ്ങളും കുറ്റമറ്റതായിരിക്കണം എന്ന ദൈവിക നീതി നിറവേറ്റി എന്നേക്കുമുള്ള ഏകയാഗമായി തീർന്ന ദൈവപുത്രൻ പാപരഹിതനും കുറ്റരഹിതനും എന്നതിന് ധാരാളം സാക്ഷികൾ തിരുവചനത്തിൽ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാന വാക്യമായി സംഖ്യാപുസ്തകം 35:30, ആവർത്തന പുസ്തകം 17-ാമധ്യായം 6, 7, 19-15, കൊരിന്ത്യരുടെ 2-ാം ലേഖനം 13-ാമധ്യായം 1-ാമത്തെ വാക്യം. ഇവിടെയൊക്കെ നാം വായിക്കുന്നത് ഏത് കാര്യവും വ്യവസ്ഥാപിതമായി തെളിയിക്കപ്പെടണം, സ്ഥാപിക്കപ്പെടണം എങ്കിൽ 2-3 സാക്ഷികൾ ഏകഹൃദയത്തോടുകൂടെ ആ വിഷയത്തോട് യോജിക്കണം. അതിനാധാരമായ വാക്യങ്ങളാണ് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നാം വായിച്ചത്. യേശുക്രിസ്തു കുറ്റമില്ലാത്തവൻ തന്നെ എന്നുള്ളതിൻ്റെ ആധാരവാക്യങ്ങൾ: 1, കുറ്റം കണ്ടുപിടിപ്പാൻ വന്ന ജനം കർത്താവ് അവരുടെ നടുവിൽ നിന്ന് ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച്, എൻ്റെ കുറ്റത്തെക്കുറിച്ച് ബോധ്യം വരുത്താം? യോഹന്നാൻ 8:46. ചോദ്യത്തിങ്കൽ അവർ അക്ഷരം ഉരിയാടാതെ പ്രതികരിക്കാതെ അവിടെ നിന്ന് പിൻവാങ്ങിപ്പോയി. കാരണം അവർക്ക് യേശുക്രിസ്തുവിൽ ഒരു കുറ്റവും കണ്ടുപിടിപ്പാൻ കഴിഞ്ഞില്ല. വിസ്താര സന്ദർഭത്തിൽ നാടുവാഴിയെ പീലാത്തോസ് അവിടെ കൂടിയിരുന്ന സകല ജനവും കേൾക്കെ വിളിച്ചു പറഞ്ഞു, ഇവനിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. ലൂക്കോസ് 23:8-12. നിങ്ങൾ പറയുന്ന വിധത്തിൽ അവനെ കൊലയ്ക്ക് വിധിക്കത്തക്ക യാതൊരു കുറ്റവും ഇവനിൽ കാണുന്നില്ല. ആ പട്ടണത്തിലുണ്ടായ വലിയ സംഭവം, കോളിളക്കം, ഇളക്കിമറിച്ചൽ, യേശുക്രിസ്തുവിനെ പിടിച്ച് ആസ്ഥാന മന്ദിരമാകുന്ന പീലാത്തോസിൻ്റെ കോടതിയിൽ കൊണ്ടുവരുന്നതിന് മുൻപ് വീട്ടിൽ തൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായ ഒരു ദർശനം ആൾ മുഖാന്തരം പീലാത്തോസിനെ അറിയിക്കുന്നു. പീലാത്തോസിൻ്റെ ഭാര്യ, മത്തായി സുവിശേഷം 27:19, നീ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. സ്തോത്രം. ആ ദേശം ഭരിച്ചിരുന്ന ഹെരോദാവ് രാജാവ് അവനിൽ കുറ്റമൊന്നും കണ്ടിട്ടില്ല എന്ന് പീലാത്തോസും പറയുന്നു. രാജാവ് ഒരു കുറ്റവും കർത്താവിലും കണ്ടുപിടിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം-അധ്യായം 8-12, 14 കർത്താവിനെ ക്രൂശിച്ച ശേഷം ക്രൂശിനരികിൽ കാവൽ നിന്ന ശതാധിപൻ 100 പടയാളികൾ അവൻ്റെ കീഴിലുണ്ട്. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു മേജർക്കോ കുറഞ്ഞപക്ഷം ഒരു ക്യാപ്റ്റൻ്റെയോ പദവിക്ക് തുല്യം. കേരളത്തിലെ പോലീസിൻ്റെ, ഇന്ത്യയിലെ പോലീസിൻ്റെ നിയമമനുസരിച്ച് ഒരു സൂപ്രണ്ട് ഓഫ് പോലീസ് പറഞ്ഞു, ഇവൻ നീതിമാൻ. മത്തായി എഴുതിയ സുവിശേഷം 27:54. ഇസ്കരിയോത്ത യൂദ 30 വെള്ളിക്കാശിനെ കർത്താവിനെ ഒറ്റു കൊടുത്തു എങ്കിലും പലരും ഒറ്റയ്ക്ക് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഒറ്റയ്ക്ക് കൊടുത്തതല്ല കർത്താവിനെ. ഒറ്റയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പണ്ട് സ്ഥലവും പുരയിടവും ഒക്കെ ചിലർക്ക് അല്പം പണം കൊടുത്തിട്ട് ലീസിന് കൊടുക്കുന്നത് പോലെ ഒറ്റയ്ക്ക് കൊടുക്കാറ് പതിവുണ്ട്. ആ വസ്തുവകളിലെ ലാഭം, കൃഷിയുടെ ആദായമൊക്കെ കാശ് കൊടുത്ത വ്യക്തി എടുക്കും. കർത്താവിനെ അങ്ങനെ ഒറ്റയ്ക്ക് കൊടുത്തതല്ല, ഒറ്റു കൊടുത്തതാണ്. മത്തായി സുവിശേഷം 27:3-4. ആകയാൽ ഇനിയെങ്കിലും ആ ഭാഗം ആരെങ്കിലും ഉച്ചരിക്കുമ്പോൾ കർത്താവിനെ യൂദ ഒറ്റയ്ക്ക് കൊടുത്തു എന്ന പദം പറയരുതേ, ദയവ് ചെയ്ത് ഒറ്റു കൊടുത്തു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ലേവ്യയാഗങ്ങളുമായിരുന്ന ദഹനയാഗത്തിൻ്റെയും ഹോമയാഗത്തിൻ്റെയും
സാക്ഷാത്കരിക്കപ്പെട്ടതും നിറവേറ്റപ്പെട്ടതുമായ പരമപൊരുൾ ആയിരുന്നു. അതുകൊണ്ട് ദൈവപുത്രൻ അവസാനമായി പറഞ്ഞ തിരുമൊഴിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അതിപ്രകാരമാണ്: നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആകയാൽ ഇനിയും യാഗം ആവശ്യം ഇല്ല. യോഹന്നാൻ്റെ സുവിശേഷം 19-30 വാക്യത്തിലാണ്. ചുരുക്കത്തിൽ പഴയ നിയമ ലേവ്യയാഗങ്ങളായിരുന്ന ഹോമയാഗത്തിനും ഭോജനയാഗത്തിനും ഹനനയാഗത്തിനും സാധ്യമല്ലാതിരുന്ന മനുഷ്യൻ്റെ സമ്പൂർണമായ നിത്യമായ വീണ്ടെടുപ്പ് ദൈവകുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ ഒരിക്കലായി സ്വയം നിർവഹിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രൂശു മരണം മൂലം നിറവേറ്റി എന്നത് തന്നെ അതിൻ്റെ പരമപ്പൊരുൾ. നിങ്ങൾ സങ്കീർത്തനം 40:6-7, 49 സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും വായിച്ചാൽ അത് ഗ്രഹിക്കാകുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മൂലം നിറവേറ്റപ്പെട്ട യാഗങ്ങൾ ഏതെല്ലാം? പെസഹ കുഞ്ഞാടിൻ്റെ യാഗം, പുറപ്പാട് പുസ്തകം 12:15, 13 6-7, ലേവ്യ പുസ്തകം 23:5, കൊരിന്ത്യരുടെ ലേഖനം 1 ലേഖനം 5:7. പെസഹ കുഞ്ഞാട് കുറ്റമറ്റതായിരിക്കണം. അതുമൂലം അടിമത്വത്തിൻ്റെ ചങ്ങലയെ പൊട്ടിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ ദൈവം വിടുവിച്ചു. യേശുക്രിസ്തുവിനെയും ക്രൂശിച്ചത്, അതിനുള്ള നിയമങ്ങൾ പാസാക്കിയത് രാത്രിയിലാണ്. സ്തോത്രം. അതുകൊണ്ട് 23 അത് 7 ഉത്സവങ്ങളുടെയും വിവരങ്ങൾ ഒന്നായി പറഞ്ഞതിൽ 1 ഉത്സവം പെസഹയുടെ ഉത്സവമാണ്. ഇനിയും അത് ദൈവസഭയ്ക്ക് ആവശ്യമുണ്ടോ? ഇല്ലവേ ഇല്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തന്നെ ഒരു കാലത്ത് ഇതിനു വേണ്ടി ആർത്തിയോടുകൂടി ഓടി നടന്ന് ജനത്തെ നിർബന്ധിച്ച് അത് ആചരിച്ചേ പറ്റൂ എന്ന് നിർബന്ധിച്ച വിശുദ്ധ പൗലോസ് സത്യമറിഞ്ഞ് സത്യത്താൽ സ്വതന്ത്രനായപ്പോൾ താൻ കോരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 5:7 എഴുതി, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, ക്രിസ്തുവേശു തന്നെ. അതുകൊണ്ട് ഇനിയും ആണ്ടുതോറും വിശുദ്ധ പൗലോസ് തന്നെ എഴുതിയതുപോലെ പെരുന്നാൾ, വാവ്, ഉത്സവങ്ങൾ എന്നീ കാര്യങ്ങളിൽ നിങ്ങളെ ആരും വിധിക്കരുത്. ഇതൊക്കെ നിഴൽ മാത്രമായിരുന്നു. പൊരുൾ യേശു ക്രിസ്തുവിൽ നിറവേറ്റി. 2 യാഗം അകൃത്യയാഗം, പാപയാഗം എന്നിവ തന്നെ. യെശയ്യാപ്രവചനം 53:5, 6, 8, 11. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ കൂടി അകൃത്യ പാപയാഗങ്ങളും നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു. സമാധാനയാഗം, യെശയ്യാപ്രവചനം 53:5. നമ്മുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ശിക്ഷ അവൻ്റെ മേലായി. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ക്രിസ്തുയേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനിയും സമാധാനയാഗം വേണ്ട, സമാധാനം കൈക്കൊണ്ടാൽ മതി. ആ വിഷയത്തെക്കുറിച്ചുള്ള ഹ്രസ്വ വിവരണം താഴെ കാണുന്നതാണ്. ആയതിനാൽ ഇനിയും മനുഷ്യരാൽ മൃഗങ്ങളെ കൊണ്ടുള്ള ഹനനയാഗങ്ങളുടെ ബാഹുല്യവും മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാടുകളുടെയോ രക്തം ചൊരിഞ്ഞിട്ടുള്ള യാഗവും അതോടുകൂടെ നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. ഏതോടുകൂടെ? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തോടുകൂടെ. ആവശ്യം എങ്കിൽ യെശയ്യാപ്രവചനം 1:11, യിരെമ്യാപ്രവചനം 6:20, 14 22 വാക്യം. ഈ വാക്യങ്ങൾ കൂടെ പഠിതാക്കൾ ചേർത്ത് പഠിക്കുന്നത് ഉത്തമം ആയിരിക്കും. എന്തിനാണ് ഈ 3-4 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇണയില്ലാത്ത ഒരു കാര്യവും ആരും വിശ്വസിക്കരുത്. കാര്യം ലേവ്യയാഗങ്ങളെല്ലാം കേവലം ജഡീക നിയമങ്ങൾ മാത്രം ആയിരുന്നു എന്ന് പൗലോസ് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ. ചുരുക്കത്തിൽ ദൈവപുത്രൻ്റെ ക്രൂശു മരണം പഴയ നിയമത്തിലെ 6 വിധ വ്യത്യസ്ത യാഗങ്ങളുടെയും പരമപ്പൊരുൾ അത്രേ. ഒരിക്കൽ കൂടെ പറയാം. ചുരുക്കത്തിൽ ഇസ്രായേൽ ജനങ്ങൾ
മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിലും വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷം നടത്തപ്പെട്ട എല്ലാ യാഗങ്ങളും, ദൈവപുത്രൻ്റെ ക്രൂശ് മരണം, പഴയ നിയമത്തിലെ 6 വിധ യാഗങ്ങളുടെയും പരമപ്പൊരുളായിരുന്നു. ലേവ്യ പുസ്തകം 7:37, എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം 14 വാക്യം, യോഹന്നാൻ്റെ ലേഖനം 1-ാം 7 കാരണം രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ ഏത് പ്രശ്നത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, അകൃത്യത്തിൽ നിന്നും വിടുതലില്ലല്ലോ, അടിമത്വത്തിൽ നിന്നും വിടുതലില്ലല്ലോ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നടന്ന വിടുതലാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്ന അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആകയാൽ സംക്ഷിപ്തമായി പറഞ്ഞാൽ ഇനിയും നമുക്ക് ദഹന ഭോജന യാഗങ്ങൾ വേണ്ട. നമുക്ക് വേണ്ടി ക്രിസ്തുയേശു ദഹനയാഗമായി ഹോമയാഗമായി തീർന്നു. അതുകൊണ്ട് കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. രണ്ടാമത്തെ യാഗം അല്പം വിസ്തൃതമായി പഠിക്കേണ്ടതാണ്. ഭോജനയാഗം, മീറ്റ് ഓഫറിംഗ്. എബ്രായ ഭാഷയിൽ അതിന് മീനിയാഹ്, MENEAH, അർത്ഥം അൻ ഓഫറിംഗ് പ്രസൻറ്റ്, അർത്ഥാൽ നിവേദിതയാഗം, സമ്മാനയാഗം എന്നാണ്. ഈ യാഗത്തിൽ രക്തച്ചൊരിച്ചിൽ ഇല്ല. കാരണം യാഗവസ്തുക്കൾ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവൻ ഇല്ലാത്തവയാണ്. ഭോജനയാഗത്തിൽ മൃഗങ്ങളില്ല, പക്ഷികളില്ല. അതുകൊണ്ട് യാഗവസ്തുവിൽ രക്തമില്ല. ആകയാൽ യാഗാർപ്പകനായിരിക്കുന്ന വ്യക്തി യാഗവസ്തുക്കളെ പുരോഹിതൻ്റെ കയ്യിൽ അർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റ് യാഗമൃഗങ്ങളുടെ മേൽ കൈവയ്ക്കുക, അതിനെ കെട്ടി താഴെയിടുക, അതിൻ്റെ കഴുത്ത് അറക്കുക, അതിൻ്റെ രക്തം ശേഖരിക്കുക, അതിൻ്റെ തോൽ ഉരിക്കുക, അതിനെ ചുമന്ന് പാളയത്തിന് പുറത്തു കൊണ്ടുപോകുക. ഈ ഭോജനയാഗത്തിൽ കത്തിപ്രയോഗങ്ങൾ ഒന്നുമില്ല എന്നർത്ഥം. ലേവ്യ പുസ്തകം 17:11-12, ആവർത്തന പുസ്തകം 12:23. ഭോജനയാഗ വസ്തുക്കൾ എന്തെല്ലാം ആകുന്നു എന്ന് നോക്കുക. ഓബ്ജക്ട്സ് ഓഫ് മീറ്റ് ഓഫറിംഗ്. ലേവ്യ പുസ്തകം 7-23 രണ്ടാം ഭാഗമാണ്. 1. നേരിയ മാവ്, എണ്ണ, കുന്തുരുക്കം. ലേവ്യ പുസ്തകം 2:1. രണ്ടാമത്, നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകൾ, ഉപ്പ്. ലേവ്യ പുസ്തകം 2-4-5. ആദ്യ ഫല ഭോജനയാഗം അർപ്പിക്കേണ്ടതിന് കതിർ ചുട്ട് ഉതിർത്തെടുത്ത മണികൾ, മലർ, എണ്ണ, കുന്തുരുക്കം എന്നിവയാണ്. ലേവ്യ പുസ്തകം 2-14-15. അതുകൊണ്ട് കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കുന്തിരിക്കം എന്ന ഒരു പദം അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന, കുന്തുരുക്കം എന്നാണ്. കുന്തുരുക്കം. അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് കുന്തിരിക്കം എന്ന് പറഞ്ഞ് സമയം കളയരുത്. അത് കുന്തിരിക്കമല്ല, ഇത് കുന്തുരുക്കം എന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവ അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുവരണം, യാഗാർപ്പകൻ. അതിൽ നിന്ന് പുരോഹിതൻ മാവും എണ്ണയും ഒക്കെ ഒരു കൈ നിറച്ചും കുന്തുരുക്കം മുഴുവനും, കൊണ്ടുവരപ്പെടുന്ന കുന്തുരുക്കം മുഴുവനും, അത് പുരോഹിതൻ വീട്ടിൽ കൊണ്ടുപോകരുത്. അത് യാഗാർപ്പകൻ്റെ കയ്യിൽ ബാക്കി ശേഷിക്കുന്നത് കൊടുക്കരുത്. മാവും എണ്ണയും ഒരു കൈ നിറച്ചു മാത്രം മതി, ബാക്കി ശേഷിക്കുന്നത് പുരോഹിതന് കൊണ്ടുപോകാം. എന്നാൽ കുന്തുരുക്കമാകട്ടെ മുഴുവനും പുരോഹിതൻ നിവേദ്യമായി, മെമ്മോറിയലായി, ഓർമ്മയ്ക്ക് വേണ്ടി യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം എരിഞ്ഞടങ്ങുന്നു. ലേവ്യ പുസ്തകം 2:9, 5:12, 6:15, 24:7. ഇതത്രേ ഭോജനയാഗ നിയമം. യാഗാർപ്പകൻ അർപ്പണാർത്ഥം കൊണ്ടുവരുന്ന നേരിയ മാവ്, എണ്ണ, പുളിപ്പില്ലാത്ത ദോശ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകൾ എത്രയായാലും ഒരു കൈ നിറച്ച് മാത്രം എടുത്ത് നിവേദ്യമായി അർപ്പിക്കുന്നതിൻ്റെ ശേഷിപ്പ് അഹരോനും
അവൻ്റെ പുത്രന്മാർക്കും ഇരിക്കണം. യാഗാർപ്പകന്മാർ ഇതൊക്കെയും അവരുടെ നിലങ്ങളിൽ നിന്ന് വിളച്ചെടുത്ത് പൊടിച്ച് കൊണ്ടുവരുമ്പോൾ പുരോഹിതന്മാർക്ക് തീരെഴുതി കൊടുക്കപ്പെട്ട ഭൂമിയും കൃഷി ചെയ്യുന്നതിനുള്ള അവസരവും ഇല്ലാതെ ഈ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നത് ആകയാൽ അവർക്കും ഭക്ഷിപ്പാൻ വല്ലതും വേണ്ടേ? അവർക്കും മാവും വടയും എണ്ണയും വേണ്ടേ? അതുകൊണ്ട് ദൈവം വിശ്വസ്തൻ. ലേവ്യ പുസ്തകം 2:3-10. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയത്, ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നവൻ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്ന്. ദൈവത്തെ സേവിപ്പാനും സ്നേഹിപ്പാനും ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മറ്റു വ്യക്തികൾക്കുള്ളതുപോലെ ഏറിയ ധനവും സമ്പത്തും വസ്തുവകളും ദൃശ്യവും അദൃശ്യവുമായ പിതൃസ്വത്വമൊന്നുമില്ലെങ്കിലും അവരെക്കാൾ ഉപരി ആലയത്തിലെ നന്മ കൊണ്ട് അവർ ഭക്ഷിച്ച് പാനം ചെയ്ത് ജീവിക്കുന്നു. ദൈവം വിശ്വസ്തൻ. പഴയ നിയമത്തിലെ ഭോജനയാഗം ധാന്യം ഇടികല്ലിൽ പൊടിച്ച് നേരിയ മാവ് ആക്കുന്നതും ഒലിവിൻ്റെ കായ് എണ്ണച്ചക്കിൽ ആട്ടി പലതവണ ശുദ്ധീകരിച്ച് തെളിവുള്ളതായി എടുക്കുന്ന ശുദ്ധമായ എണ്ണയും കതിർമണി തീയിൽ ഇട്ട് ചുട്ട് മലരായി യാഗപീഠത്തിന്മേൽ അർപ്പിക്കുന്നതും. പുറപ്പാട് 27:20, ലേവ്യ പുസ്തകം 2:1, 4, 5, 14, 15. മാനവരാശിയുടെ സമാധാനത്തിനായി മുറിവ്, തകർച്ച, ശിക്ഷകൾ, അടി എന്നിവ സഹിച്ച് സമാധാനയാഗമായി തീർന്ന ദൈവപുത്രൻ്റെ ക്രൂശുമരണത്തിന് നിഴൽ മാത്രവും ആയതിനാൽ ആ യാഗം ദൈവപുത്രൻ്റെ ക്രൂശുമരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതും അത്രേ. ആയതിനാൽ യാഗം ദൈവകുഞ്ഞാടിൻ്റെ ഏകവും പരമവുമായ ഏകയാഗം ആയിരുന്നു എന്നുകൂടെ നാം ഗ്രഹിച്ചാൽ എത്ര സന്തോഷത്തോടുകൂടെ നമുക്ക് വേണ്ടി ദൈവകോപത്തിയിൽ എരിഞ്ഞടങ്ങിയ ദൈവപുത്രൻ്റെ ആ പരമയാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. സാരാംശത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം പഴയ നിയമത്തിൽ കാണുന്ന 6 വിധ യാഗങ്ങളുടെയും, ലേവ്യപുസ്തകം 7:37 നാം പല ആവർത്തി വായിച്ചതും കാണാപ്പാടം അറിയാകുന്നതുമാണ്, ആത്യന്തികമായ പൊരുൾ മാത്രമാകുന്നു എന്ന് സാരം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം-അധ്യായം 14 യോഹന്നാൻ്റെ 1-ാം ലേഖനം 7-ാമത്തെ വാക്യവും. അത്രത്തോളം വിഷയങ്ങൾ ഗ്രഹിച്ചു. ഇനിയും അല്പം കൂടെ ഈ ഭോജനയാഗത്തെക്കുറിച്ച് പഠിക്കുവാൻ ഉണ്ട്. അടുത്ത് നമുക്ക് ശ്രദ്ധിപ്പാനായി ഹൃദയത്തെ തുറക്കാം. കർത്താവേ, വചനത്തിൻ്റെ രഹസ്യം ഗ്രഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി രാജകീയ പുരോഹിതവർഗമായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അറിഞ്ഞ് മഹത്വപ്പെടുത്തി നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും തിരുമേനി അളവില്ലാതെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അങ്ങയുടെ ഏകജാതൻ്റെ നാമത്തിൽ, ഞങ്ങൾക്ക് വേണ്ടി ഭോജനമായ യാഗമായി തീർന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.